ഹലോ, ഇറ്റ്സ് മീ റിൻഷ. ഇത് എൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് നോമി സീരീസിൽ. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ വർഷം എനിക്ക് സെൽഫ് കോൺഫിഡൻസ് കുറച്ച് കൂടുതലാണ് എന്നുള്ളത്. അതിന് റീസൺ മാത്രം ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞില്ല. അതിനാണ് ഈ എപ്പിസോഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ബിക്കം എ ലോയർ എന്നുള്ളത്. യെസ്, ഞാൻ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് അറ്റ് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്. എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഒരു ക്യാമ്പസ് ആയിരുന്നു കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ ഇപ്പോൾ ഉള്ളത്. ഒരു ലോയർ ആകാൻ പോകുന്ന ആളോട് നാട്ടുകാർ ചോദിക്കുന്ന മെയിൻ ചോദ്യങ്ങളിലൊന്നായിരിക്കും, നോണ പറയാൻ പോകുക അല്ലേ? ഈ നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയല്. ഈ കള്ളം പറിച്ച ഒരു ലോയേഴ്സിനെ ഞാനിതുവരെ കണ്ടില്ല. ഇന്നേ വരെ ഞാൻ പഠിച്ച സിലബസിലൊന്നും അങ്ങനെ കള്ളങ്ങളൊന്നും പഠിക്കുന്നില്ല. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയാണ്. ഈ വർഷം സെൽഫ് കോൺഫിഡൻസ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ മെയിൻ ഫാക്ടർ ഒന്ന് എൻ്റെ പ്രൊഫഷൻ തന്നെയാണ്. കാരണം എനിക്ക് എന്തെന്നില്ലാത്തൊരു സെൽഫ് കോൺഫിഡൻസ് വന്നു. ഓക്കെ, എൻ്റെ ലൈഫിൽ എന്നല്ല, നമ്മുടെ എല്ലാവരുടെ ലൈഫിലും കാണും കുറച്ച് നല്ല മനുഷ്യർ, നമ്മളെ വിജയങ്ങളെ നമ്മളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്ന അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുക, അല്ലാത്തവരെ അങ്ങ് വിട്ട് കളയുക. ഇത് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും നല്ലതും ചീത്തതായിട്ടുള്ള നേരങ്ങൾ. നമുക്കറിയാം ഗുഡ് ടൈംസ് ബാഡ് ടൈംസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതെൻ്റെ ശരിയായ സമയമല്ല, എനിക്ക് തോന്നുന്നത് ഇത് കണ്ടക ശനിയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നല്ല സമയങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിക്കാതെ ചീത്ത സമയങ്ങളെ നല്ല സമയങ്ങളാക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ പ്രാക്ടിക്കലി നല്ല സമയം ചീത്ത സമയം എന്നുള്ള ഇല്ല, ടെക്നിക്കലി ആണെങ്കിലും ഇല്ല. അപ്പോൾ പിന്നെ എല്ലാ സമയവും നമ്മൾ ക്ലോക്കിലും വാച്ചിലും ഒക്കെ കാണുന്ന ആ ടൈമിൽ വിശ്വസിക്കുക. അപ്പോൾ ശരി, ബായ്.